അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് എന്നൊക്കെ പഠിച്ചു. എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. അപ്പോൾ ഇനി നമ്മൾ ഒരു പ്ലെയിനിൽ എങ്ങനെയാണ് പോയിന്റ് പ്ലോട്ട് ചെയ്യുക, കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പോയിന്റ് പ്ലോട്ട് ചെയ്യുക എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? വി ഡ്രോ ദ കോർഡിനേറ്റ് ആക്സിസ്, എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് നമുക്ക് ആവശ്യമായ യൂണിറ്റ് ഒക്കെ അടയാളപ്പെടുത്തി. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 സെൻറ്റിമീറ്റർ ഒരു യൂണിറ്റ് ആയിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ അടയാളപ്പെടുത്തേണ്ടത് 3, 5 എന്നുള്ള പോയിന്റാണ്. നമ്മുടെ ചിത്രത്തിൽ കാണുന്നത് പോലെ എല്ലാം അടയാളപ്പെടുത്തുക. എക്സ്, എക്സ് ഡാഷ്, അതുപോലെ തന്നെ 1, 2, 3, 4 അങ്ങനെ നെഗറ്റീവ് ആക്സിസ് എല്ലാം അടയാളപ്പെടുത്തുക. വൈ, വൈ ഡാഷ്, പിന്നെ എല്ലാ എൻഡിലും ഒരു ആരോ ഹെഡ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടയാളപ്പെടുത്തുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ 3, 5 എന്നുള്ള പോയിന്റാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ 3 എന്നുള്ളത് എന്താണ്? ഇവിടെ എക്സ് കോർഡിനേറ്റ് ആണ്. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 എന്നുള്ളത് ഇപ്പം പോസിറ്റീവാണ്, 3, 5 എന്നുള്ളത് രണ്ടും പോസിറ്റീവാണ്. രണ്ട് പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് പോയിന്റ് വരിക. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇവിടെ ആയിരിക്കും പോയിന്റ് വരിക. ഇനി 3 എന്നുള്ളത് വൈ ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3 ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് 3 ഡിസ്റ്റൻസ് പറയുമ്പോൾ ഇതാ ഇവിടുന്ന് 3 ഡിസ്റ്റൻസ് ഈ ലൈനിൽ എവിടെയെങ്കിലും വരും പോയിന്റ്. ഈ ലൈനിൽ ഇവിടെ മുതൽ ഇങ്ങനെ വരാം, എവിടെയും വരാം പോയിന്റ്. ഇനി വൈ കോർഡിനേറ്റ് നോക്കാം. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ നിന്ന് 5 ഡിസ്റ്റൻസിൽ. അപ്പോൾ എക്സ് ആക്സിസിൽ നിന്ന് 5 ഡിസ്റ്റൻസ് പറയുമ്പോൾ ഇവിടുന്ന് 5 ഡിസ്റ്റൻസ് ഇവിടെയാണ്. അപ്പോൾ 5 എന്ന് ഇങ്ങനെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഈ ലൈനിൽ വരാം. പക്ഷേ നമുക്ക് എന്താണ് ഇവിടുന്ന് 3 ഡിസ്റ്റൻസിലാണ് കിട്ടുന്നത്. അപ്പോൾ പോയിന്റ് എവിടെയായിരിക്കും? ഇവിടെ. അപ്പോൾ പി എന്നുള്ളത് പോയിന്റിന് ഒരു പേര് കൊടുത്തതാണ് 3, 5. അപ്പോൾ ഇവിടുന്ന് 3 ഡിസ്റ്റൻസും ഇവിടുന്ന് 5 ഡിസ്റ്റൻസിലും, അതാണ് 3, 5. ഇനി മറ്റൊരു പോയിന്റ് 5 മൈനസ് 4. 5 മൈനസ് 4 എന്ന് പറയുമ്പോൾ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും. ഇത് ഫോർത്ത് ക്വാഡ്രന്റിലാണ് വരിക. അപ്പോൾ ഫോർത്ത് ക്വാഡ്രന്റ് പറയുമ്പോൾ എക്സ് ഇവിടെ 5 ആണ്. അപ്പോൾ എക്സ് 5 എന്ന് പറയുമ്പോൾ വൈ ആക്സിസിൽ നിന്നുള്ള 5 ഡിസ്റ്റൻസിൽ ഇവിടെ എവിടെയെങ്കിലും വരാം. ഇനി വൈ മൈനസ് 4 ആണ്. അപ്പോൾ എക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് -4. അപ്പോൾ ഇതാ -4 ഇങ്ങനെ ഈ ലൈനിൽ എവിടെയെങ്കിലും വരാം. അപ്പോൾ ഇവിടെ 5 ഡിസ്റ്റൻസിൽ നമ്മൾ നേരത്തെ ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് അതാണ് Q5 -4. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ പോയിന്റ് അടയാളപ്പെടുത്തുക. വളരെ എളുപ്പമാണ്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ലൊക്കേറ്റ് ദ പോയിന്റ്സ് 5, 0, 0, 5, 2, 5, 5, 2, -3, 5, -3, -5, 5, -3 ആൻഡ് 6, 1 ഇൻ ദ കാർട്ടീഷ്യൻ പ്ലെയിൻ. അപ്പോൾ നമ്മൾ 1 സെൻറ്റിമീറ്റർ ഒരു യൂണിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കുക. നമ്മൾ എന്ത് ചെയ്യുക? നല്ല പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരയ്ക്കുക. എന്നാലേ കാണാനും വൃത്തി ഉണ്ടാവും, തെറ്റുകയും ചെയ്യില്ല. എല്ലാം അടയാളപ്പെടുത്തിയതിന് ശേഷം 0, 5. 0, 5 എന്ന് പറയുമ്പോൾ എക്സ് 0 ആണ്. എക്സ് 0 എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എക്സ് 0 ആണെങ്കിൽ പോയിന്റ് എവിടെയായിരിക്കും? വൈ ആക്സിസിലാണ് വരിക. വൈ 5. വൈ 5 എന്ന് പറയുമ്പോൾ എക്സിൽ നിന്ന് എക്സ് ആക്സിസിൽ നിന്ന് 5 ഡിസ്റ്റൻസിൽ. അപ്പോൾ ഇവിടെ വരും 5, 0, 5. ഇനി രണ്ടാമത്തത് 5, 0. 5, 0 എന്ന് പറയുമ്പോൾ വൈ ആക്സിസ് 0 ആണ്, വൈ കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ പോയിന്റ് എവിടെയായിരിക്കും? എക്സ് ആക്സിസിലാണ് ഉണ്ടാവുക. അപ്പോൾ 5, 0 എക്സ് കോർഡിനേറ്റ് 5 ആണ്. അപ്പോൾ വൈയിൽ നിന്ന് 5 ഡിസ്റ്റൻസിൽ. അപ്പോൾ ഇവിടെയാണ് 5, 0. ഇനി ഇതേപോലെ പല പോയിന്റ്സും നോക്കുക. 2, 5. 2, 5 എന്നുള്ള പോയിന്റ് എക്സ് കോർഡിനേറ്റ് 2. അപ്പോൾ ഇവിടുന്ന് 2 ഡിസ്റ്റൻസ്, എക്സിൽ നിന്ന് 2 ഡിസ്റ്റൻസിൽ, വൈയിൽ നിന്ന് വൈ കോർഡിനേറ്റ് 5 ആണ്. അപ്പോൾ എക്സ് ആക്സിൽ നിന്ന് 5 ഡിസ്റ്റൻസിൽ. അപ്പോൾ ഇവിടെ 2, 5. അതുപോലെ 5, 2. 5, 2 എന്നുള്ളത് എക്സ് കോർഡിനേറ്റ് 5 ആണ്. അപ്പോൾ വൈയിൽ നിന്ന് 5, എക്സിൽ നിന്ന് 2. അപ്പോൾ 5, 2 അങ്ങനെയാണ് പോയിന്റ് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം 0, 5ഉം 5, 0 രണ്ട് വ്യത്യസ്ത പോയിന്റാണ്.
അപ്പോൾ എക്സും വൈയും ഒരിക്കലും ഈക്വൽ ആവില്ല, രണ്ടും വ്യത്യസ്തമായിരിക്കും. 2 5 5 2 രണ്ടും വ്യത്യസ്തമാണ്. In the above example, you see that 50 and 05 are not same position. Similarly, 52 and 25 are at different position. അപ്പോൾ നമ്മൾ എക്സും വൈയും വ്യത്യസ്തമാണെങ്കിൽ അതിൻ്റെ പോയിന്റിൻ്റെ പൊസിഷനും വ്യത്യസ്തമായിരിക്കും. ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ, ഒരിക്കലും പിന്നെ എക്സും വൈയും ഈക്വൽ അല്ലെങ്കിൽ പോയിന്റ് വ്യത്യസ്തമായിരിക്കും. Then the position of xy in the Cartesian plane is different from the position of yx. xy ഉം yx എന്താണ്, ഡിഫറൻ്റ് ആയിരിക്കും. 2 5 എന്നുള്ളതും 5 2 എന്നുള്ളതും രണ്ടും വ്യത്യസ്ത പോയിന്റ്സ് ആണ്. ഓക്കെ, ഇനി പ്ലോട്ട് ദ ഫോളോയിങ് ഓർഡർ പെയർസ് xy if of the number of numbers as points in the Cartesian plane. Use the scale 1 centimeter equal to 1 unit. ഇപ്പോൾ ഇവിടെ എക്സ് വാല്യൂ വൈ വാല്യൂ ഓരോന്നിന് കറസ്പോണ്ടിങ് വാല്യൂ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ടേബിൾ ആയിട്ടാണ് തന്നത്, നമ്മളത് ബ്രാക്കറ്റ് ആയിട്ട് എടുത്താൽ മതി. ഫസ്റ്റത്തത് -3 7, പിന്നെ 0 -3.5, അങ്ങനെ ഓരോന്നും എടുക്കുക. എന്നിട്ട് നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തുക. ഫസ്റ്റ് വൺ -3 7. ഇപ്പോൾ -3 എന്ന് പറയുമ്പോൾ വൈ ആക്സിസിൽ നിന്ന് -3, പിന്നെ എക്സ് ആക്സിസിൽ നിന്ന് 7 ഡിസ്റ്റൻസിൽ, അപ്പം -3 7. 4 4 4 4 പറയുമ്പോൾ 2 4 തന്നെയാണ് വരിക, 2ൽ നിന്ന് 4. അപ്പം ഇങ്ങനെ ഓരോ പോയിന്റും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലോട്ടിംഗ് ഓഫ് പോയിന്റ്സ് ഇൻ ദ കാർട്ടീഷ്യൻ പ്ലെയിൻ ക്യാൻ ബി കമ്പയർഡ് ടു സം extent with the drawing of graphs in different situations such as time distance graph, side perimeter graph, etc., which you have come across in earlier classes. In such a situation, we may call the axis t-axis, d-axis, s-axis or p-axis, etc. in the place of x and y-axis. അപ്പോൾ നമ്മൾ സയൻസിലൊക്കെ പിന്നെ ടൈം ഡിസ്റ്റൻസ് ഗ്രാഫ്, സൈഡ് പെരിമീറ്റർ ഗ്രാഫ്, അങ്ങനെ പല ഗ്രാഫുകളും പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പകരം ടൈം ടി ആക്സിസ്, അങ്ങനെ ഡി ആക്സിസ്, അങ്ങനെ പേര് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങൾ പഠിക്കും, സയൻസിലൊക്കെ കുറച്ച് ഗ്രാഫ്സൊക്കെ. പിന്നെ ഇവിടെ എക്സസൈസിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാവരും ഇത് രണ്ടും ചെയ്യാം. ഓക്കെ.